ഇതെന്നെ മൈൻഡ് പവർ പ്രോഗ്രാമാന്ന് വിചാരിച്ചു നിങ്ങള്? എവിടെയാ നിങ്ങൾ ഇരിക്കണേന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ കുറെ ഉസ്താദന്മാരുടെ ഭാഗവും കുറെ അച്ഛന്മാരുടെ പ്രസംഗവും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടായിരിക്കും അല്ലെ? നിങ്ങളുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ഒരാൾക്ക് അസുഖം വന്നു, മാരകമായ ഒരു അസുഖം, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു അസുഖം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത എത്ര പേരുണ്ട് ഇതിനകത്ത്? അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ. ഇല്ല, വേണ്ട, ഐ എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടി ഒരു അതികഠിനമായ ഒരു രോഗം വന്നു, അതികഠിനമായ രോഗം, ഇതിന് മരുന്നില്ല എന്നാ പറഞ്ഞത്, ആള് മരിക്കാൻ പോവാ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലേ? യെസ്, ഈ മനുഷ്യർ മുഴുവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ പ്രാർത്ഥന നിങ്ങൾ ആത്മാർത്ഥമായിട്ടല്ലേ ചെയ്തത്? നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ? ആത്മാർത്ഥമായിട്ടല്ലേ ചെയ്തത്? യെസ് യെസ്, വെറും യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ. ആത്മാർത്ഥമായിട്ടാണെങ്കിൽ യെസ്. ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്തല്ലേ? ഒന്നും പ്രതീക്ഷിക്കാതെ. പിന്നെ മാറ്റി പറയരുത് കേട്ടോ. എന്തെങ്കിലും അതുവഴി എനിക്ക് കിട്ടിയാൽ അതൊരു ബോണസ്, അത്രേ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അവരുടെ അസുഖം എങ്ങനെങ്കിലും മാറ്റിക്കൊടുക്കണേ എന്നേ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ അല്ലെ? എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ? അൺകണ്ടീഷണൽ. ഡോ, ഞാൻ നിങ്ങളുടെ ഹീലിംഗ് പവറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എടി എടാ, അങ്ങനെ തന്നെ വിളിക്കുക. നിങ്ങളുടെ ഹീലിംഗ് പവർ, ആർക്കും എന്ത് അസുഖവും മാറ്റാൻ കഴിയുന്ന ഹീലിംഗ് പവർ, നിങ്ങൾ അൺകണ്ടീഷണലായി, ഒരു കണ്ടീഷനും ഇല്ലാതെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട്, നിങ്ങളുടെ ഈശ്വരൻ, നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ പ്രാർത്ഥിച്ചത്, മറ്റാർക്കോ വേണ്ടി അൺകണ്ടീഷണലായി ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അത് തള്ളിക്കളയാൻ അത്ര കരുണയില്ലാത്തവനാണോ നിങ്ങളുടെ ഈശ്വരൻ, ദൈവം, അള്ളാഹു? ചിന്തിക്കടോ. കാരുണ്യത്തിന്റെ നിറകുടം, കരുണാവാരിധി, എല്ലാത്തിനെയും പരിപാലിക്കുന്നവൻ, ചീത്ത പറയുന്നവനെയും തെറി വിളിക്കുന്നതിനെയും പരിപാലിക്കുന്നവൻ. എന്തെല്ലാം നിങ്ങൾ തേടി നോക്കി, വേദന മാറ്റിക്കൊടുന്നെന്ന്, എന്നിട്ട് മാറ്റിക്കൊടുത്തോ? എന്തുകൊണ്ട്? ചിന്തിക്കുക. നിങ്ങൾ അൺകണ്ടീഷണലായിട്ടല്ലേ ചിന്തിച്ചത്? ദൈവം മാറ്റിക്കൊടുക്കും. എന്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചില്ല? നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അല്ലല്ലോ ചെയ്തത്. എന്തുകൊണ്ട്? ചിന്തിക്കടോ. ഹദീസും പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വരാതെ. വേണ്ടോ എനിക്ക് നിങ്ങളെ ഇവിടെ? യു ആർ ഡിസ്മിസ്ഡ്. ഞാനത് ഇടല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേറെ രീതിയിൽ ഇട്ട് എന്നെ പഠിപ്പിക്കണ്ട. എനിക്കറിയാം ഹദീസ് എന്താണ്. ആ ഹദീസ് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ അവർക്ക് പ്രാർത്ഥിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം എന്തായിരിക്കണം? അവന്റെ അസുഖം മാറണം എന്നായിരിക്കണം. അതെങ്ങനെ മാറും എന്നാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അത് മാറണമെങ്കിൽ ആദ്യം നിനക്ക് വിശ്വാസം ശരിയാവണം. നിന്റെ വിശ്വാസം ശരിയാകണം. നിന്റെ വിശ്വാസം
ശരിയാവണം. എന്റെ ഭാവം 2 2. എന്റെ ഭാവേ 2. വെറുതെ ടൈപ്പ് ചെയ്തിട്ട് തെറി കേൾക്കണ്ട. 2 ഭാവമാണ് എനിക്ക്. സോഫ്റ്റുമാണ്, മാസുമാണ് SM. അതെടോ, സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കരുണ വേറെ ഇല്ല. ആ കരുണയാ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഇതിന്റെ മൂല്യം മനസ്സിലായിട്ടില്ലേ? വാല്യൂ. ലോകത്ത് ഏറ്റവും വിലപ്പെട്ടതാണിത്. ലോകത്ത് ഏറ്റവും വിലപ്പെട്ടത്. ഇതിനെ കവച്ചു വെക്കാൻ ഒന്നുമില്ല. ഇതിനെ കവച്ചു വെക്കാൻ ലോകത്തൊന്നുമില്ല. മനസ്സിലാക്കിക്കോ. ലോകത്ത് കോടാനുകോടി കിട്ടിയിട്ട് ലോകം മുഴുവൻ നിങ്ങളുടെ കാൽക്കീഴിൽ പണം കൊണ്ടായാലും ഇതിനെ കവച്ചു വെക്കാൻ നിങ്ങൾക്ക് പറ്റൂല. ഇവിടെ 6 മാസം ഇരിക്കണോൻ ലോകത്തിന്റെ ചക്രവർത്തിയാണ്. ചക്രവർത്തി, എംപറർ ഓഫ് ദ വേൾഡ്. നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. നീ ചെല്ലുന്നിടത്തെല്ലാം തുറന്നു കിട്ടും വാതിലുകൾ. ചുമ്മാ പറഞ്ഞാണോ? നിങ്ങൾക്ക് ഫീൽ ചെയ്ത് എത്ര പേര് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്ന എത്ര ആളുകളുണ്ട്? യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ. വെറും എസ് അല്ല, YS അല്ല, എസ് എന്ന് പറഞ്ഞ ലെറ്റർ മാത്രം മതി. യെസ്. ലുക്ക് ദിസ്. കണ്ടോ? ഇതാണ് എന്റെ പ്രൂഫ്. ഇതാണ് തെളിവ്. അവർ മാറുവാണ്. അടിമുടി മാറുവാണ് ഇവർ. അടിമുടി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക, അതൊരു യാചനയല്ല. ഇതൊരു യാചനയല്ല. ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലായിട്ട് നിങ്ങൾ എഴുതിയിടുന്ന ഒരു നീണ്ട കത്തല്ല. അതൊന്നുമല്ല. നിങ്ങൾ സംസാരിക്കാൻ പഠിക്കുന്നതിന് മുമ്പ്, എന്തിന്? അമ്മയുടെ ഉദരത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ സോളിൽ, നിങ്ങളുടെ ആത്മാവിൽ എന്തായിരുന്നു? അതാണ് നിങ്ങളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഏത് കുരുടനും കാഴ്ചശക്തി കൊടുക്കാനുള്ള ശക്തിയുണ്ട്. ഏത് വെള്ളപ്പാണ്ടുകാരനെയും മാറ്റാനുള്ള ശക്തിയുണ്ട്. ഏത് കലങ്ങി നിൽക്കുന്ന മനസ്സിനെയും തെളിയിക്കാനുള്ള ശക്തിയുണ്ട്. എത്ര പ്രതിസന്ധിയിലാണ് നിങ്ങളെങ്കിലും, അതിനെല്ലാം മാറ്റാനുള്ള ശക്തിയുണ്ട്. ഹാൻഡൊക്കെ താത്തിയിട്. സംശയമൊക്കെ ചോദിക്കാൻ പിന്നെ അവസരം തരും. അന്നേരം എന്ത് സംശയം ചോദിക്കാം. എന്ത് സംശയോ? ഭൂമിയുടെ കീഴിലുള്ള എന്ത് സംശയോ? പഠിപ്പിക്കാൻ വരരുന്ന് മാത്രം. ഞാൻ ദൈവമായിട്ട് അഭിനയിക്കുന്നില്ലടോ. ഞാൻ മനുഷ്യനാണ്. പക്ഷെ ഗുരുവിന് കൊടുക്കേണ്ട സ്ഥാനം നിങ്ങൾ കൊടുത്തോളണം. മനസ്സിലായോ? കൊടുത്തോളണം. ഇല്ലെങ്കിൽ വേസ്റ്റാണ്. ജീവിതം പോയി. ഞാൻ പറയണത് ശരിയായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നിടത്തോളം കാലം. ബൈബിൾ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് ആവശ്യപ്പെട്ടാലും അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. അത് നിങ്ങൾക്ക് ലഭിക്കും. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ എന്താവശ്യപ്പെട്ടാലും അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. അത് നിങ്ങൾക്ക് ലഭിക്കും.
ഇതിലിരിക്കണ എത്ര പേർക്ക് ധൈര്യം ഉണ്ടോ? ഞാൻ ആവശ്യപ്പെട്ടാൽ ഇപ്പോൾ അത് ലഭിക്കും എന്ന വിശ്വാസമുള്ളവൻ. അക്കീദ, അക്കീദ, അറബിയിലെ അക്കീദ എന്ന് പറയും. അത് ശരിയായ എത്ര പേരുണ്ട്? നിങ്ങളുടെ കർത്താവിലുള്ള വിശ്വാസം, ഈശ്വരനിലുള്ള വിശ്വാസം ശരിയായ എത്ര പേരുണ്ട്? ഞാൻ ഗീത പറയും, ബൈബിള് പറയും, ഖുറാൻ പറയും. ശ്രദ്ധിച്ചിരുന്നോ? 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 മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 21 മുതൽ 22 വരെ വാക്യങ്ങൾ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ സംശയിക്കാതിരിക്കൂ. ഈ മലയോട് നീ പൊങ്ങി കടലിൽ എറിയപ്പെടുക എന്ന് പറഞ്ഞാൽ പോലും അത് സംഭവിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 21-22. ഈ ലോകത്തിന് കുരുടന് കാഴ്ചശക്തി നൽകാമെന്നും വെള്ളപ്പാണ്ടുകാരനെ ട്രീറ്റ് ചെയ്യാമെന്നും എന്തും നിങ്ങളെ കൊണ്ട് സാധ്യമാകുമെന്നും പഠിപ്പിച്ച ലോകൈക ഗുരുനാഥന്റെ വാക്കുകൾ. ആരെങ്കിലും തള്ളി പറയണ്ടോ? തള്ളി പറഞ്ഞ നിങ്ങളുടെ മതത്തിലും ഞാൻ അത് പറയും. എല്ലാ മതങ്ങളിലും പറയും. യേശു പറഞ്ഞതാ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ സംശയിക്കാതിരിക്കൂ. ഈ മലയോട് നീ പൊങ്ങിപ്പോയി കടലിൽ ചാടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങിപ്പോയി കടലിൽ ചാടും. അതാണ് പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട് ഇവിടെ? എത്ര പേരുണ്ട്? ഇല്ല. ഭയത്തിലോ സംശയത്തിലോ അല്ല, അചഞ്ചലമായ വിശ്വാസത്തിൽ ആണ് പ്രാർത്ഥന പ്രവർത്തിക്കുന്നത്. ആ വിശ്വാസമാണോ ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ചു തരുന്നത്. പകുതി നിങ്ങൾ ശ്രമിക്കുക, പകുതി ഞാൻ തരും. എന്റെ കൂടെ ഇരുന്നാൽ മതി. 24 മണിക്കൂറും ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ചുമ്മാതെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചേ? 24 മണിക്കൂറും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ പറഞ്ഞാന്നാ വിചാരിച്ചേ? നിങ്ങളുടെ കാലൊന്ന് ഇടറി നോക്ക്, പിടിക്കാൻ ഞാനുണ്ടാവും കൂടെ. പിടിക്കാൻ ഞാനുണ്ടാവുന്ന കൂടെ. നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ മുന്നോട്ട് നടന്നു നോക്ക്, നിങ്ങളുടെ കടലിലൂടെ നടന്നു നോക്ക്, ഞാനുണ്ടാവും കൂടെ. നിങ്ങളുടെ ജീവിതമാകുന്ന സാഗരത്തിലേട്ട് നിങ്ങൾ ഇറങ്ങി നോക്ക്, ഞാനുണ്ട് കൂടെ. ഇറങ്ങി നോക്ക്. നിങ്ങൾ ഇറങ്ങാനാ പറഞ്ഞത് ഞാൻ. മനസ്സിലായോ? എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ മതത്തിനെയും പറഞ്ഞുതരാം. എന്താണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ? പൂർണ്ണമായ സമർപ്പണം എന്നാണ്. പൂർണ്ണമായ സമർപ്പണം. അത് ചെയ്തിട്ട് വേണം എന്നെ വന്ന് ഉപദേശിക്കാൻ. അത് ചെയ്തിട്ട് പൂർണ്ണമായ സമർപ്പണം. മക്കളും ഇല്ല, ഭാര്യയില്ല, ആരുമില്ല. നിന്റെ മോനെ വരെ ബലി കൊടുക്കാൻ നീ തയ്യാറായിരിക്കണം ദൈവത്തിന്റെ മാർഗത്തിൽ. അതാണ് ഇസ്ലാം എന്നാ പഠിപ്പിക്കുന്നത്. പൂർണ്ണമായ അനുസരണം, സമർപ്പണം. മനസ്സിലാവുണ്ടോ? അത് ചെയ്തിട്ട്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. സൂറത്തുൽ ഗാഫിർ 40 അധ്യായം ഖുറാനിലെ 60 വാക്യം. സൃഷ്ടാവിനെ വിളിക്കൂ, ഞാൻ നിങ്ങളോട് പ്രതികരിക്കും. ഐ മേ എന്നല്ല പറഞ്ഞത്. ഞാൻ തീർച്ചയായും പ്രതികരിക്കും. പക്ഷേ, ഒരു പക്ഷേ എന്ന് പറയുന്നില്ല. ഒരു പക്ഷേ, മേ ബി എന്നല്ല, ഞാൻ പ്രതികരിക്കും. നീ നിന്റെ ഖുർആനിൽ വിശ്വസിക്കുന്നില്ലേ? ബൈബിളും ഗീതയും വിട്. നീ ഖുർആനിൽ വിശ്വസിക്കാദ്യം. എല്ലാത്തിലും ഉണ്ടെന്ന്. ഓരോന്നോരോന്നാ പറയണത്. ഉത്തരം 100% ലഭിക്കുമെന്ന് വിശ്വാസമുള്ളപ്പോൾ നീ അള്ളാഹുവിനെ വിളിക്കുക.
അത് ഉല്ലാഹ വ അൻതും മൂക്കിനൂന ബിൽ ഇജാബ. ഇജാബത്ത് കിട്ടുമെന്ന്, ഉത്തരം കിട്ടുമെന്ന് നിനക്ക് 100% നിനക്ക് ഉറപ്പുള്ളപ്പോൾ നീ സൃഷ്ടാവിനെ വിളിക്കുക. വിളിച്ചാൽ എന്റെ ദാസന്മാർ, സൂറത്തുൽ ബഖറ പറയുന്നത്, എന്റെ ദാസന്മാർ 2-ാം അധ്യായം 186-ാം വചനം, എന്റെ ദാസന്മാർ നിന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അടുത്തുണ്ട് എന്ന് പറയാ. ഞാൻ അടുത്തുണ്ട്, എന്നെ വിളിക്കുമ്പോൾ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നു. എന്നിട്ട് എന്തിടോ ഉത്തരം കിട്ടാതെ? ഖുർആനിൽ വിശ്വസിക്കുന്നില്ലേ? നിന്റെ വിശ്വാസം, സമർപ്പണം, സറണ്ടർ ശരിയായിട്ടില്ല എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അവൻ അടുത്തുണ്ട് എന്ന്, തൊട്ടടുത്തുണ്ടെന്നുള്ള ബോധ്യം നിനക്ക് അറിയാമെങ്കിൽ പിന്നെ എങ്ങനെയാണോ നിങ്ങൾക്ക് സംശയം നിലനിൽക്കുന്നത്? എങ്ങനെയാണ്? എല്ലാത്തിനെയും ബലി കഴിച്ചിട്ട് വേണം ഇവിടെ വന്നിരിക്കാൻ. എല്ലാത്തിനെയും. നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ ചിന്തിക്കാത്ത സ്ഥലത്തെത്തും. മനസ്സിലായോ? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അനന്യശ്ചിന്തയോ മാം യേ ജനപര്യുപസ്തേ. നിരന്തരം ഭക്തരും സ്നേഹത്തോടെ എന്നെ ആരാധിക്കുന്നവർക്ക് അവർക്ക് ഞാൻ അവർക്കില്ലാത്തത് നൽകുകയും അവർക്കുള്ളത് ഞാൻ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആർക്ക്? വിശ്വാസമുള്ളവർ. എല്ലാ മതത്തിലും ഒരുപോലെയാ പറഞ്ഞത്. എല്ലാ മതത്തിലും. ഭഗവത്ഗീതയിൽ 9-ാം അധ്യായം 22-ാം വാക്യാണ്. അനന്യശ്ചിന്തയോ മാം യേ ജനപര്യുപസ്തേ. അവർ എന്നെ സമീപിച്ചാൽ, ഭഗവത്ഗീത 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞു, അവരെന്നെ സമീപിച്ചാൽ ഞാൻ അവരെ സ്വീകരിക്കുന്നു. എല്ലാ വഴികളും എന്നിലേട്ടാണെന്ന് പറയുന്നത് ഞാൻ ഇത് മുമ്പും പറഞ്ഞിട്ടില്ല നിങ്ങളോട്. എത്ര 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 പുരാണം, എത്ര ഉപനിഷത്തുകൾ നിങ്ങൾക്കറിയാവോ? എത്ര ഉപനിഷത്തുകളിൽ ബ്രഹ്മൈവ ഭവതി എന്നാണ് മുണ്ടകോപനിഷത്തിനകത്ത് പറഞ്ഞത്. 3-ാം അധ്യായം 2-ൽ-23-ാം വചനം. 2-ൽ-3-ാം വചനം. ബ്രഹ്മൈവ ഭവതി. ആ പരബ്രഹ്മത്തെ അറിയുന്നവൻ തീർച്ചയായും ബ്രഹ്മമാകുന്നു. ബ്രഹ്മമാകുന്നു എന്നാ പറഞ്ഞത്. ആ കടലിനെ അറിഞ്ഞാൽ, ആ കടലിലെ ഒരു തുള്ളിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നീയും ആ കടലിന്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞത്. അതായത് നീ ദൈവത്തിന്റെ ഒരു അംശമായി കഴിഞ്ഞാൽ നീയും അത്ര പവറുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്തേ നീ ചോദിച്ചിട്ട് കിട്ടാത്തെ? ചാന്തക്യോപനിഷത്ത് 3-ാം അധ്യായം 14-1 തത്സത്യം സ ആത്മാ തത്വമസി. തത്വമസി എന്ന് എല്ലാരും കേട്ടിട്ടുണ്ടാവും അല്ലെ? തത്സത്യം സ ആത്മാ തത്വമസി. നീ എങ്ങനെയാണോ സത്യസന്ധമായി നിന്റെ ആത്മാവ് ചിന്തിക്കുന്നത്, അത് തത്വമസി, നീ അങ്ങനെയാകുന്നു. അതാണ് നീ അതാകുന്നു. അവിടെയും വിശ്വാസമാണ് പ്രധാനം. വിശ്വാസം. വിശ്വസിക്കുക, അത് സംഭവിക്കും. വിശ്വസിക്കുക, അത് സംഭവിക്കും. മുണ്ടകോപനിഷത്ത് 3:1 10-ാം അധ്യായം 10-ാം വാക്യം. യം യം ലോകം മനസാ സംവിവാദീ വിശുദ്ധസ്തവ കാമയതേയം ശകാമൻ തം തം ലോകം ജയതേ കാമം. ഏത് ലക്ഷ്യസ്ഥാനങ്ങളും സുഖഭോഗ വസ്തുക്കളും ശുദ്ധമായ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്ത മനസ്സുകൊണ്ട് ഒരുവൻ ആഗ്രഹിച്ചാൽ അവൻ അതെല്ലാം നേടുന്നു. യം യം ലോകം മനസാ സംവിവാദി വിശുദ്ധസ്തവ കാമയതേയം ശകാമൻ തം തം ലോകം ജയതേ കാമം. ശുദ്ധമായ മനസ്സുകൊണ്ട്, പൂർണ്ണമായിട്ടും ശുദ്ധമായ മനസ്സുകൊണ്ട്. കൂടുതൽ വ്യക്തമായി ഭഗവത്ഗീതയിലൊരു ഒരു വാക്യമുണ്ട്, 17-ാം അധ്യായം 3-ാം വാക്യം.
സത്യാനുരൂപ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോയച്ഛദ്രസയേവസ. ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ MMD ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളതാണ്. ഒരാളുടെ മനസ്സിന്റെ സ്വഭാവം എന്താണോ അവന്റെ വിശ്വാസം അവന്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ, അവരുടെ വിശ്വാസത്തിന്റെ സ്വഭാവം എന്ത് തന്നെയാണോ തീർച്ചയായും അവൻ അത് തന്നെയാകുന്നു. തീർച്ചയായും അവന്റെ വിശ്വാസത്തിന്റെ സ്വഭാവം, വിശ്വസിക്കുകയാണ് എനിക്കിത് ചെയ്ത് പറഞ്ഞാൽ, എനിക്കിത് പ്രാർത്ഥിച്ചാൽ കിട്ടും, ഒരണ്ണിക്കിഡ സംശയമില്ലാതെ അത് കിട്ടിയിരിക്കും. നിങ്ങൾ അവിടെ സംശയിച്ചാൽ നിങ്ങൾ ദൈവത്തിൽ സംശയിക്കുകയാണ്. ആ സംശയമാണ് മാറ്റേണ്ടത്. ആ സംശയം നിങ്ങൾക്ക് പിശാച് തന്നതാണ്, ഇബ്ലീസ് തന്നതാണ്, സാത്താൻ തന്നതാണ്, മറ്റാരൊക്കെയോ തന്നതാണ്. ഇത് മാറ്റാതെ ഇവിടെ വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. 300 പേര് രാവിലെ കയറി ഇരുന്നിട്ട് എന്നോട് തർക്കിക്കാൻ വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്നെ അളക്കാനും വരണ്ട. നിങ്ങളുടെയൊക്കെ അളവിന്റെ ഒക്കെ ഒരുപാട് അപ്പുറത്താണത്. അളക്കാൻ പറ്റൂല. ഇതിന്റെ സമുദ്രത്തിന്റെ കരയിലിരിക്കുന്ന ഒരു കുട്ടി പോലും ആയിട്ടില്ല. നിങ്ങൾ അളക്കരുത്, അളവ് പോലും വെക്കരുത്. വഇദ് തഅസ്സന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അസാബി ലശദീദ്. നീ നന്ദി കാണിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. എന്നാൽ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും എന്റെ ശിക്ഷ കഠിനമായിരിക്കും എന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭം. സൂറത്തുൽ ഇബ്രാഹിം അല്ലെ? ഏതാണ്? 7-ാം വാക്യം. വഇദ് തഅസ്സന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അസാബി ലശദീദ്. ഞാൻ പറഞ്ഞതാ? നിങ്ങളുടെ ഖുർആൻ പറഞ്ഞാടോ? എന്നിട്ടും വിശ്വാസം വന്നില്ലെങ്കിൽ പിന്നെ എന്നാ ഞാൻ പറയണേ? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന് ആരോടാ നീ പറഞ്ഞു തന്നത്? ഏതൊരു ജനതയും നിങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തൂല എന്ന് ആർക്കാ പറഞ്ഞു തന്നത്? ഗീതയിലും ബൈബിളിലും ആയിരക്കണക്കിന് വാക്യങ്ങളുണ്ട്, ഖുർആനിലും ഉണ്ട്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരും. കാന്തം പോലെ വലിച്ചെടുക്കാൻ കഴിയും. കാന്തം പോലെ വലിച്ചെടുക്കാൻ കഴിയും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വെറും വാക്കുകളല്ല, അത് ഐക്യമാണ്, യൂണിയൻ. ഞാൻ പറഞ്ഞു 4-ാമത്തെ സ്റ്റേജ് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സൃഷ്ടാവുമായി, ഈശ്വരനുമായി, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് മതം ആയിക്കൊള്ളട്ടെ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഈശ്വരൻ, ദൈവം, അള്ളാഹു, സൃഷ്ടാവ് എന്ന് വിളിക്കുന്നില്ലേ, അത് ഒന്നേ ഉള്ളൂ. എല്ലാ മനുഷ്യർക്കും ഒന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ട് പറഞ്ഞിട്ട് പോയി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. എന്നിട്ട് നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഒറ്റ ദൈവമുള്ളൂ, ഒരൊറ്റ ദൈവം. ആ ദൈവവുമായിട്ടുള്ള യൂണിയനാണ് പ്രാർത്ഥന. യൂണിയൻ. തിരിച്ച് നീ എവിടെ നിന്ന് വേർപിരിഞ്ഞു പോന്നോ, നിന്നെ ആരൊക്കെ വേർപിരിച്ചോ, നിന്നെ പൂർണ്ണമായും നഷ്ടത്തിലാക്കിയോ, അവിടെ റീയൂണിയൻ ചെയ്യുക എന്നുള്ളതാണ്. റീയൂണിയൻ. നീ വീണ്ടും യൂണിയൻ ആവുക. രക്ഷപ്പെട്ടു നീ, നിന്റെ ലോകം മാറി. അതിനുള്ള ചാനലാണ് ഞാൻ. അതിനുള്ള ചാനലാണ് ഞാൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിച്ചോ. ഞാൻ ദൈവമാണെന്നും ഞാൻ അവതാരമാണെന്നൊന്നും പറയാൻ ഞാൻ റെഡിയല്ല. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ ഞാൻ സാധാരണ മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ. നിങ്ങൾക്കും കഴിയുന്ന ഞാൻ ഈ പറഞ്ഞ തന്നെ. അല്ലാതെ എനിക്ക് മാത്രം, ഞാനൊരു അവതാരമായതുകൊണ്ട്, ഞാനൊരു ആൾ ദൈവമായതുകൊണ്ട് എനിക്ക് കഴിയുന്നല്ല ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് കഴിയും. ആ കഴിവിനെ ഞാൻ ഉണ്ടാക്കി തരാമെന്നാ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ സന്തോഷിക്കാൻ, ഇഷ്ടമുള്ളപ്പോ സങ്കടപ്പെടാൻ, വേണമെങ്കിൽ മാത്രം ഞാൻ സങ്കടപ്പെടും. എനിക്കത് വിഷമം തോന്നുന്നതാണ്. അതുകൊണ്ട് ഞാൻ വിഷമിക്കുന്നു. ഇല്ലെങ്കിൽ എനിക്ക് വിഷമമില്ല.
ഈശ്വരന്റെ പ്രതിബിംബമായിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈശ്വരനെ പോലെ കൈയും കാലും വെച്ച് തന്നല്ല അർത്ഥം. അങ്ങനെ ചിന്തിക്കരുത്. എല്ലാരും അങ്ങനെ ചിന്തിച്ചു വെച്ചേക്കണത്. അങ്ങനെയല്ല. ഈശ്വരന്റെ സ്വഭാവങ്ങൾ കരുണ, കാരുണ്യം, ആർദ്രത, ധൈര്യം, ആത്മവിശ്വാസം, എന്തിനേയും നേരിടാനുള്ള ശക്തി എല്ലാം നിനക്ക് തന്നിട്ടുണ്ടോ, എല്ലാം. അതുകൊണ്ട് നീ എന്ന് വിളിക്കുമ്പോ, എടോ എന്ന് വിളിക്കുമ്പോ, എടാ എന്ന് വിളിച്ചാൽ ഒന്നും നിങ്ങൾ പരിഭവിക്കണ്ട. അതൊന്നും നിങ്ങളെ വിളിക്കുന്നതല്ല. നിങ്ങളെ ഞാൻ വിളിക്കുന്നത് പ്രിയ പുണ്യാത്മാക്കളെ എന്നാണ്, നിങ്ങളുടെ സോളിനെ. എന്നാൽ നിങ്ങളുടെ മനസ്സിനെ ഞാൻ ഇനിയും നീ എന്ന് വിളിക്കും, എടാ എന്ന് വിളിക്കും, ഓടാ എന്ന് പറയും. മനസ്സിലാവണ്ടോ? ഇനിയെങ്കിലും മനസ്സിലാക്കണം. മനുഷ്യൻ എന്നാൽ മൂന്ന് ഇതാണ്: ഒന്ന് ആത്മാവ്, ഒന്ന് ശരീരം, ഒന്ന് മനസ്സ്. ഈ ആത്മാവിന് എല്ലാ ശക്തിയുണ്ട്. അതിനെ തടയുന്ന സാധനമാണ് മനസ്സ്. അതിന് നിങ്ങൾക്ക് എന്ത് പേരിട്ടും വിളിക്കാം. പിശാച്, സാത്താൻ, ഇബിലീസ്, ഭൂതം, പ്രേതം, അല്ലെങ്കിൽ ഭിത്തി, മറ, എന്തും വിളിക്കാം. അതിനെ ഞാൻ നീന്നും വിളിക്കും, എടാന്നും വിളിക്കും, എല്ലാം വിളിക്കും. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ സോളിനോടാകുമ്പോൾ ഞാൻ വിളിക്കും നിങ്ങൾ പുണ്യാത്മാക്കളെ. എന്നെ നിങ്ങളുടെ സോളിനറിയാം, നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ആ ഇതിനെ അറിയാൻ പാടില്ലാത്തേ ഉള്ളൂ. ആർക്ക്? നിങ്ങളുടെ മുന്നിൽ കെട്ടിവെച്ചിട്ടുള്ള മതിലിനെ എന്നെ അറിയാൻ പാടില്ലാന്ന്. മതിലിന് എന്നെ അറിയേണ്ട ആവശ്യം എനിക്കില്ല. മതിൽ പൊളിക്കാനാണ് ഞാൻ വന്നത്. ആ മതില് ആണ് എന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാ നീ എന്നെ വിളിച്ചതെന്ന്. മനസ്സിലായോ? എന്റെ ഉള്ളിലുള്ള ആത്മാവ് ഒരിക്കലും ചോദിക്കൂല. നിങ്ങളുടെ ആത്മാവ് ഒരിക്കലും ചോദിക്കൂല. ഇവിടെ ഇരുന്നാ നിങ്ങൾക്ക് ഒട്ടും ചോദിക്കൂല. കൺകണ്ട ദൈവം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൺകണ്ട ദൈവം ദൈവമല്ല. ഗുരുനാഥൻ ദൈവമാകുന്നത് അവിടെയാണ്, അല്ല സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനല്ല ദൈവം. അതും ദൈവത്തെ പോലെ നിങ്ങൾ കാണണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പറയുമ്പോ തെറ്റിദ്ധരിച്ചെടുക്കരുത്. കൺകണ്ട ദൈവം എന്ന് പറയുന്നത്, ഗുരുനാഥൻ ദൈവം എന്ന് പറയുന്നത് ഈ അറിവ് പഠിച്ചിരുന്നവർക്കാ. ഈ അറിവ് ഇത് കിട്ടൂല എല്ലായിടത്തും. ഇത് ചുമ്മാ കിട്ടുന്ന സാധനമല്ല. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ തന്നതാ. നിങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ തന്നതാ. മനസ്സിലായോ? ഇഷ്ടമായതുകൊണ്ട്. നമ്മള് എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങളുടെ അഹം ഉണ്ടല്ലോ, അഹം, അത് ആവശ്യപ്പെടുന്ന ഒന്നും ആത്മാവിന് ആവശ്യമുള്ളതല്ല. അത് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കണം. അഹം ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്കുള്ളതല്ല. ഇന്ന് കുറച്ച് സമയം പോകട്ടോ. നിങ്ങൾ ക്ഷമിച്ചിരുന്നേ പറ്റൂ. ഞാൻ നടു റോഡിൽ നിന്നിട്ടുണ്ട്. നടു റോഡിൽ മണിക്കൂറുകളോളം. അവിടെ നിന്നോന്ന് പറഞ്ഞു. ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. ആ റോട്ടില്. അപ്പൊ വിചാരിക്കും പണ്ടല്ലേന്ന്. ഇന്നലെ അവിടെ നിന്നു മണിക്കൂറുകളോളം. ഫോൺ വിളിച്ച് ചോദിക്കാൻ പറ്റൂല, എന്തേ വരാത്തെന്ന് ചോദിക്കാൻ പറ്റൂല, എന്തേ വൈകണേന്ന് ചോദിക്കാൻ പറ്റൂല, ഒന്നും പറ്റൂല. ഒന്നും ചോദിക്കാൻ പറ്റില്ല. നിന്നോന്ന് പറഞ്ഞാൽ അവിടെ നിന്നോ. സംസാരം കൂടി പോയിട്ടാ. നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ആഗ്രഹം എന്റെ വേദനയിൽ നിന്നാണോ അതെന്റെ ഉദ്ദേശത്തിൽ നിന്ന് ജനിച്ചതാണോ എന്നാണ് ചിന്തിക്കേണ്ടത്. ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല. ആഗ്രഹം നിശബ്ദതയെ അതിജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് ശബ്ദമില്ലാതെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. പിന്നെ ഉത്കണ്ഠയോടുകൂടി ചോദിക്കരുത്. നിങ്ങൾ അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുക. ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്റെ ഒരു കാര്യം നടത്തി തരാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ 7 വർഷം ഞാൻ കഷ്ടപ്പെട്ടു എന്ന്. 7 വർഷം. അത് എന്നെ മാത്രമല്ല അഫക്ട് ചെയ്തത്, എന്റെ സകല കുടുംബത്തെയും, എന്റെ എന്റെ ഫാമിലി മുഴുവൻ അഫക്ട് ചെയ്തു. കരഞ്ഞു ചോദിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും കിട്ടിയില്ല. മനസ്സിലായോ? യാചനയല്ല പ്രാർത്ഥന എന്ന് എനിക്ക് മനസ്സിലാക്കി തരുമായിരുന്നു. ഞാൻ എല്ലാം സറണ്ടർ ചെയ്തു. എല്ലാം തന്നെ ശരിയായി.
നിങ്ങൾ അലഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ചോദിക്കേണ്ടത് ഇത് എനിക്കുള്ളതാണെങ്കിൽ അത് എന്നെ യോഗ്യനാക്കണേ അതിനു വേണ്ടി. അങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. അത് എനിക്കുള്ളതാണെങ്കിൽ എന്നെ അതിനു വേണ്ടി യോഗ്യനാക്കണേ. അതൊരു കീഴടങ്ങലല്ല, അതൊരു ബലഹീനതയല്ല, അതൊരു സമർപ്പണമാണ്. സമർപ്പണം. സമർപ്പണം. നിങ്ങളായി തീരുവാണ്. ആ പ്രാർത്ഥന നിങ്ങളായി തീരുവാണ് നിങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ. ആ പ്രാർത്ഥന ഭക്ഷണം കഴിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കരയുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ ഒക്കെ പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഗുണം ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കേട്ടോ. പക്ഷെ ഞാൻ അത് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഗുണം ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം എന്തുകൊണ്ടാ? അന്നേരം നിങ്ങളുടെ അടുത്ത് അഹംഭാവവും ഇല്ല, അഹങ്കാരവും ഇല്ല, അസൂയയില്ല, ഒന്നുമില്ല. നിങ്ങളെ നിരസിക്കപ്പെടും എന്നുള്ള ഭയവും നിങ്ങൾക്കില്ല. ദൈവം നിരസിക്കുമെന്നുള്ള ഭയവും നിങ്ങൾക്കില്ലാന്ന്. അപ്പൊ കുറച്ചുകൂടി ഫലം ചെയ്യും. നിങ്ങൾ ഒന്നും ആവശ്യപ്പെടാതെ മാറിയാൽ, നിങ്ങൾ പൂർണ്ണമായും സറണ്ടർ ആയാൽ, നിങ്ങൾ പൂർണ്ണമായും ശുദ്ധമായ ക്ലീനായ ഒരു ചാനലായി മാറുന്നു. നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങൾ സൃഷ്ടാവിനെ, ഈശ്വരനെ, ദൈവത്തെ, നിങ്ങൾ ആരാണോ നിങ്ങളുടെ നിങ്ങൾ വിളിക്കുന്ന ലാസ്റ്റ് ആ ശക്തിയോട് നിങ്ങൾ സ്നേഹിക്കുകയും കീഴടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ അവിടെ കംപ്ലീറ്റ്ലി ആ ഒരു ചാനലായി മാറുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരാളോട്, സ്നേഹിക്കുന്ന തന്റെ അമ്മ കുഞ്ഞിന് വേണ്ടി, തന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ. നിരാശയല്ല, അചഞ്ചലമായ സ്നേഹം. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാചിക്കുന്ന കലയല്ലടോ, യാചനയല്ല. അത് ഓർമ്മയുടെ ശാസ്ത്രമാണ്. ഓർമ്മയുടെ ശാസ്ത്രം. നിങ്ങളുടെ ദാതാവുണ്ടല്ലോ, അന്നദാതാവ് ഈശ്വരൻ, അതിൽ നിന്ന് നിങ്ങൾ വേർപിരിഞ്ഞിട്ടില്ല എന്ന ഓർമ്മയുടെ ശാസ്ത്രം. അതാണ്. നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവനല്ല. ഞാനൊരു വലിയ ആളുമായിട്ട് കണക്റ്റഡ് ആണ്. ആദ്യം അടുത്തേട്ട് വരൂ, എന്നിട്ട് ചോദിക്കുക. നിങ്ങള് എന്തേ പലരും ചോദിക്കുമ്പോ ഞാൻ അവിടെ ഇരിക്കുക നിങ്ങൾ 21 ദിവസം 41 ദിവസം ഇരിക്കുന്നു പറഞ്ഞ എന്തുകൊണ്ടാ? ആദ്യം അടുത്തേട്ട് വാ, എന്നിട്ട് ചോദിക്കുക. എനിക്ക് വേണ്ടതെന്ന് അറിയില്ല, പക്ഷെ നിനക്ക് എന്നെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ദൈവത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ദൈവത്തിനെ അങ്ങനെ തന്നെയാ. ഇത്രയും നാള് നിങ്ങൾ ഈ മതമൊക്കെ പഠിച്ചിട്ട് എന്തേ നിങ്ങൾക്ക് ഈ അറിവ് കിട്ടായിരുന്നേ? അത് മാത്രം അവർ പഠിപ്പിക്കായിരുന്നു. എന്താ അറിയാൻ പാടാത്തോണ്ടാ? അറിയാൻ പാടാത്തോണ്ടൊന്നും അല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. അറിയാൻ പാടാത്തോണ്ടൊന്നും അല്ല. ഇതിൽ പലർക്കും അറിയാം, പഠിപ്പിക്കാത്തോണ്ടാ. നിങ്ങൾ മനസ്സിലാകണ്ടോ? പല പാർട്ടികൾക്കും അറിയാന്ന്, പല വലിയ വലിയ പുള്ളികൾക്കും അറിയാം. സ്വാർത്ഥരാണടോ, സ്വാർത്ഥർ. ഭക്തിയിലും സ്വാർത്ഥത. രക്ഷപ്പെടാൻ പാടില്ല ഒരുത്തനും. മനുഷ്യന് രണ്ടിന്റെ സ്വഭാവം എന്ന് പറയും. സഹിച്ചിരിക്കേണ്ടി വരും. സമയമൊന്നും നോക്കാൻ പറ്റൂല. ചിലപ്പോ സമയം നോക്കും, ചിലപ്പോ കൃത്യസമയമായിരിക്കും. സെക്കൻഡ്സുകൾക്ക് വരെ കണക്കുണ്ട്. സെക്കൻഡ്സുകൾക്ക് വരെ. യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് വെറുതെ ചോദിക്കുകയല്ല, ഇതിനകം സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ പൂർണ്ണമായിട്ടും സമർപ്പിച്ച്, മുമ്പ് പഠിച്ചതും അറിഞ്ഞതും ഞാനെന്ന ഭാവവും, ഞാൻ ആരോ വലിയ പുള്ളിയാണ്, എന്നെ ആരും നീ എന്നൊന്നും വിളിക്കാൻ പാടില്ല എന്നുള്ള ഭാവം എല്ലാം ഉപേക്ഷിച്ച് കുറച്ചു നേരം ഇവിടെ ഇരിക്കാൻ റെഡിയാണോ? ഞാൻ നിങ്ങൾക്ക് അത്ഭുതം കാണിച്ചു തരാം. എല്ലാം ഉപേക്ഷിക്കണം, പറഞ്ഞാൽ പോരാ. ഞാൻ അതിനു വേണ്ടി എല്ലാം സമർപ്പിച്ചു. പിന്നെ നിങ്ങൾക്ക് കരയേണ്ടി വരൂല. ഒരിക്കലും നിങ്ങൾക്ക് കരയേണ്ടി വരൂല. ഒന്നിനെയും നിങ്ങൾക്ക് ഭയക്കേണ്ടി വരൂല. ഒരു കാര്യത്തിനെയും. മരണത്തെ പോലും നിങ്ങൾക്ക് ഭയം ഉണ്ടാവില്ല. നിങ്ങളുടെ ആത്മാവിന്റെ തലം നിങ്ങൾ മനസ്സിലാക്കും. തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ചെറിയ സ്റ്റെപ്പ്. അത്ര തരാൻ എനിക്ക് മനസ്സുള്ളൂ.
അത് കഴിഞ്ഞ് എനിക്ക് തോന്നിയാൽ ഞാൻ കൊടുക്കും. ഗുരുദക്ഷിണയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഗുരു ഇവിടെ 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 ഫീസ് ഇല്ലാന്ന്. ഇവിടെ ഡൊണേഷൻ മാത്രമേ ഉള്ളൂ, ഫീസ് ഇല്ല. ഇവിടെ ഫീസ് ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഡൊണേഷനാണ്. ഇത് രാവിലത്തെ പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. 1 രൂപ വാങ്ങൂല ഇതിനകത്ത്. 1 രൂപ പൈസ വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഈ പരിപാടി. അതുകൊണ്ട് ആരും ഇങ്ങോട്ട് അറിവ് വിളമ്പാൻ നിൽക്കണ്ട. ഒരു ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. അവന് ജീവിതം മടുത്തു. അവന്റെ എല്ലാ വിളിയും പരാജയപ്പെട്ടു. അവന്റെ ബന്ധങ്ങൾ തകർന്നു. അവന്റെ പ്രാർത്ഥനകൾ ആരും കേട്ടില്ല. അവൻ കരഞ്ഞു കരഞ്ഞ് എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും മസ്ജിദുകളിലും ഒക്കെ പോയി പ്രാർത്ഥിച്ചു. സകല ഓൺലൈൻ കോഴ്സും ചെയ്തു നോക്കി, സകലതും ചെയ്തു നോക്കി, എല്ലാം ചെയ്തു നോക്കി, ഒരു രക്ഷയില്ല. അങ്ങനെ അവന്റെ മനസ്സിൽ അലറിക്കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇരുണ്ട ആകാശത്തിന് കീഴിൽ കാടിനരികിൽ അവൻ നിലവിളിച്ചു, ദൈവമേ, ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നീ തരാത്തത് എന്താണ്? ഞാൻ കരഞ്ഞു ചോദിക്കുന്നു, ഞാൻ കരഞ്ഞ് നിന്നോട് ചോദിക്കുന്നു. ഞാൻ രാവിലെ മുതൽ രാത്രി വരെ കഴിയുന്നു. രാത്രി ഞാൻ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് കരയുന്നു, 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് കരയുന്നു. എന്നിട്ടും നീ എനിക്ക് എന്തേ തരാത്തത്? എന്റെ മനസ്സിൽ എന്തിനീ ഭാരം നൽകി? ഒരു രാത്രി അവൻ അത് ചോദിച്ചപ്പോൾ മൃദുവായ ഒരു കാറ്റ് അവനെ തഴുകി തലോടി. ഒരു മരത്തിന്റെ പിന്നിൽ നിന്നും വയലറ്റ് നിറത്തിൽ പൊതിഞ്ഞ ഒരു കളിമൺ പാത്രം പിടിച്ചിരിക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീ പൊന്തി വന്നു. വൃദ്ധയായ ഒരു സ്ത്രീ. അവൾ ഒന്നും പറഞ്ഞില്ല, പുഞ്ചിരിച്ചുകൊണ്ട് ആ പാത്രം അവന് കൈമാറി. ഇതെടുക്കൂ, അവൾ പറഞ്ഞു, ഇവിടെ കാത്തിരിക്കൂ. ഇതെടുക്കൂ, ഈ പാത്രം. ആ വയലറ്റ് കളർ ശംഖുപുഷ്പത്തിന്റെ കളറിലുള്ള ഒരു പാത്രം കൊടുത്തു. കണ്ടു പറഞ്ഞു, അവിടെ ഇരുന്നോ. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, മഴ വരുവാണ്, മഴ. ഞാൻ എന്ത് ചെയ്യും? മഴ വരുവാണ്. ഇവിടെ കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല, ഈ മരം മാത്രമേ ഉള്ളൂ. ഞാൻ ആകെ നനയും. മുഖം ചുളിച്ചു. അവിടെ കാത്തിരുന്നോ? അവിടെ. നീ ഇത്രയും നാളും അറിഞ്ഞില്ലേ? ഇത്രയും നാളും നീ തേടി അലഞ്ഞില്ലേ? അവിടെ കാത്തിരുന്നോ? അവിടെ കാത്തിരുന്നോളൂ. അവിടെ ഇരിക്കാൻ തുടങ്ങി. ആശയക്കുഴപ്പത്തിലായി. മിനിറ്റുകൾ പോയി, മണിക്കൂറുകൾ പോയി. അവൻ അസ്വസ്ഥനാകാൻ തുടങ്ങി. ആകെ പ്രശ്നം. അവൻ പാത്രം തലകുത്തി ഇങ്ങനെ കുടഞ്ഞു നോക്കാൻ തുടങ്ങി. വിരസതയും കോപവും ടെൻഷനും. എന്താണ് ഇവര് പറഞ്ഞിട്ട് പോയേക്കണത്? ഒരു ഉത്തരവില്ല. ഞാൻ മണ്ടത്തരാണോ ചെയ്യണത്? ഇവിടെ ഒന്നുമില്ല, ദൈവവും ഇല്ല, ഒരു ഉത്തരവും കിട്ടണില്ല. പാത്രമൊക്കെ കുടഞ്ഞു നോക്കി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായി. പക്ഷെ സൗമ്യമായ ഒരു മഴ പെയ്യാൻ തുടങ്ങി. അത് മൃദുവും മധുരവുമായിരുന്നു. ആ വെള്ളത്തിനും മധുരമായിരുന്നു. അവനതൊന്ന് തിരിച്ചറിഞ്ഞ് ആ പാത്രം തിരിച്ചപ്പോഴത്തേക്കും വൈകിപ്പോയി. വെള്ളം പിടിക്കാൻ പറ്റിയില്ല. ആ വെള്ളം അവൻ വീണ്ടും നോക്കിയപ്പോ പാത്രം ഏതാണ്ട് ശൂന്യ. ഒന്നും കിട്ടിയില്ലാന്ന് മനസ്സിലായോ? ഒന്നും കിട്ടിയില്ല. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ മനസ്സിലാക്കി ആ പ്രത്യേക വെള്ളം, ആ രണ്ടാമത് വന്ന ആ മധുരമുള്ള വെള്ളം അവന് പിടിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ഹൃദയം തലതിരിഞ്ഞായിരുന്നു ഇരുന്നത് എന്ന് അവന് മനസ്സിലായി. അവൻ കരഞ്ഞു. നിരാശയിലല്ല, മറിച്ച് ഉണർവില്. അവൻ ഒരിക്കലും ആകാശത്തെ കുറിച്ചായിരുന്നില്ല ചിന്ത. അവന്റെ കീഴടങ്ങലിനെ കുറിച്ചായിരുന്നു അവന്റെ ചിന്ത. കീഴടങ്ങൽ, സറണ്ടർ. പിറ്റേ ദിവസം ഒരു ദിവസം മുഴുവൻ അവിടെ ഇരുന്നു. പിറ്റേ ദിവസം ആ സ്ത്രീ വന്നു. എന്താണ് നീ പഠിച്ചത്? ഞാനൊന്നും പഠിച്ചില്ലേ. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല. അതൊരു തുറന്ന പാത്രമാണ്. എല്ലാം സറണ്ടർ ചെയ്യുന്ന, എല്ലാം സമർപ്പിക്കുന്ന ഒരു പാത്രം.
ഈശ്വരൻ എപ്പോഴും നിങ്ങൾക്ക് മഴ പെയ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ആ മധുരമായ മഴ, മധുരമായ മഴ. നിങ്ങൾ എന്ന് യാചിക്കുന്നത് നിർത്തി നിങ്ങൾ എന്ന് ആകാൻ തുടങ്ങുന്നുവോ, നിങ്ങളാകാൻ തുടങ്ങുന്നുവോ, അന്ന് അന്ന് നീ നിലവിളി നിർത്തി എന്ന് കേൾക്കാൻ തുടങ്ങുന്നുവോ അന്ന് ആ പാത്രം തിരിക്കുമ്പോൾ കൃപ നിന്നിലേട്ട് ഓടിയത്. 300 പേർക്ക് മനസ്സിലായില്ലേ? മനസ്സിലായെങ്കിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്നിട്ട് പെട്ടെന്ന് റെഡിയാവോ പ്രോസസ്സിലോട്ട്. ആദ്യമായി പങ്കെടുക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും ശക്തിപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഇവിടെ വെറും 5 മിനിറ്റ്, വെറും 5-10 മിനിറ്റ് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. ഇവിടെ ഇരുന്നാൽ മതി. ഓക്കെ, ഇതാണ് സിഫത്ത്, ഇതാണ് തർബീയത്തിന്റെ രീതി. മനസ്സിലായോ? ഇതാണ് ആത്മജ്ഞാനം പഠിക്കുന്നതിന്റെ രീതി. മനസ്സിലായോ? എന്നാ റുബീന മാം, എല്ലാരും ഓടിപ്പോകുന്നോ? ഒരാളും പോവില്ല ഇതിനകത്ത്. ആവശ്യമുള്ളവന് ഇവിടെ നിൽക്കും, ആവശ്യമുള്ളോ നിൽക്കും. സാറ് വഴക്ക് പറഞ്ഞപ്പോ എല്ലാരും ഓടിപ്പോകുന്നു വിചാരിച്ചു. ആരും പോവില്ല. സാറിന്റെ വഴക്ക് അവരുടെ ആത്മാക്കളോടല്ല, നിങ്ങളോടല്ല. നിങ്ങളുടെ ആത്മാക്കളോടല്ല എന്റെ വഴക്ക്. മനസ്സിലാവുണ്ടോന്ന് മനസ്സിലായിട്ടുണ്ട് എങ്ങോടാ വഴക്കുന്ന്. വഴക്ക് നിങ്ങളുടെ മനസ്സിനോടാണ്ടോ, നിങ്ങളുടെ ഈഗോനാണ് കേട്ടോ. അതൊക്കെ കളഞ്ഞിട്ട് ഇവിടെ ഇരിക്കുക. സംശയമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം തരും കേട്ടോ. എല്ലാ സംശയവും ക്ലിയർ ചെയ്യാം കേട്ടോ. ആദ്യം വന്നവർക്കും അവസാനം വന്നവർക്കും ഒക്കെ ക്ലിയർ ചെയ്യാം. നിങ്ങൾ ഇതുവരെ പഠിച്ച ക്ലാസ് ഒന്നും അല്ല ഇത് കേട്ടോ. അത് ആദ്യം അത് മനസ്സിലാക്കുക, എന്നിട്ട് കംപ്ലീറ്റ് സമർപ്പിച്ചിരിക്കുക. നിങ്ങൾ പഠിച്ചതെല്ലാം വിട്ടേരെ, എല്ലാം വിട്ടേരെ സഹോദരി സഹോദരന്മാരെ, എല്ലാം വിട്ടേരെ. കംപ്ലീറ്റ്ലി എല്ലാം വിട്ടിട്ട് അവിടെ ഇരിക്കണത്. എല്ലാം വിട്ടു. ഞാൻ ഒന്നുമല്ല കേട്ടോ, ഞാൻ ഒന്നുമല്ല. അതുകൊണ്ടാണ് ദയവ് ഇത് സാർ എന്ന് പോലും വിളിക്കരുതെന്ന് പറഞ്ഞത്. സാർ എന്ന് പോലും വിളിക്കരുത്, അതുപോലും താങ്ങാൻ പറ്റൂല. ആ സാറ് വിളി പോലും താങ്ങാൻ പറ്റൂല കേട്ടോ. എല്ലാം സറണ്ടർ ചെയ്തിരിക്കുക, കംപ്ലീറ്റ്ലി സമർപ്പിക്കുക ഈശ്വരനിലേക്ക്. എല്ലാ അഹങ്കാരവും നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവും. ചിലരുടെ ഉള്ളിൽ കരയുന്നുണ്ടാവും. ആ കരച്ചില് നിങ്ങളുടെ സറണ്ടറായി മാറട്ടെ. സറണ്ടർ, കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇത് മാജിക്കും മന്ത്രവാദമൊന്നുമല്ല. പവർ, യു ഹാവ് പവർ. ഒരു മനുഷ്യന് അസാമാന്യമായ പവർ ഉണ്ട്. അതിനെ ഞാൻ പുറത്തെടുത്ത് കാണിക്കും. ഞാൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും, ചുമ്മാ പറഞ്ഞതല്ല. അമ്പാനെ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. ഇത് കാണിക്കാം അമ്പാനെ അല്ലേ? ഇതിലുണ്ട് പലരും കാണിക്കാൻ പറ്റുന്നവര്. അവരൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരും കേട്ടോ. അവിടെ കഴിയട്ടെ, കാത്തിരിക്കും. അപ്പൊ എല്ലാരും ഒന്ന് സറണ്ടർ ചെയ്തേ. ശരിയായ രീതിയിൽ സറണ്ടർ ചെയ്യുക, എല്ലാം സമർപ്പിക്കുക. എല്ലാം ഇതുവരെ വിശ്വസിച്ചതല്ല, ഇതുവരെ പഠിച്ചതല്ല, ഇതുവരെ ചിന്തിച്ചതല്ല, ഇതുവരെ നേടിയതല്ല ആർക്ക് സമർപ്പിക്കുന്നു? നിങ്ങളുടെ ഈശ്വരന്, ദൈവത്തിന്, സൃഷ്ടാവിന്, കർത്താവിന്, അള്ളാഹുവിന് സമർപ്പിക്കുന്നു. സമർപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസിയല്ല. അവിടെ നിങ്ങൾ കീഴടങ്ങുമല്ല, ദൈവികമായ ശക്തി നിങ്ങൾ നേടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ശൂന്യമായി ഒന്നും ഉള്ളിൽ വെക്കരുത്. അഹങ്കാരം, അസൂയ, കാവട്യം, ആരോടുള്ള ദേഷ്യം, എല്ലാം വച്ചിട്ട് ഫോക്കസ് ചെയ്യുക. എല്ലാം വച്ചിട്ട് ഇന്നെല്ലാം സമർപ്പിക്കുകയാണ് ഇവിടെ. ഞാൻ പറയുന്നു 24 മണിക്കൂറും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. 24 മണിക്കൂർ. ഇത് ചുമ്മാ വാക്ക് പറഞ്ഞതല്ല. യു ക്യാൻ ഫീൽ. നിങ്ങളുടെ തടയാൻ ആരും ഉണ്ടാവില്ല. നിങ്ങൾ എൻ്റെ യഥാർത്ഥ ശിഷ്യനാണ്. ആ സ്നേഹം എന്നോടുണ്ട്. ഇത് എനിക്കുണ്ട് എന്ന്, ഇതിൽ എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയില്ല. ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വഴിയിലും നിങ്ങളെ തടയാൻ ആരും ഉണ്ടാവില്ല.
നിങ്ങൾ എൻ്റെ ആളാണെന്ന് അവർ ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാവും. നിങ്ങൾ എൻ്റെ ആളാണെന്ന് നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാവും. നിങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയില്ല. മനസ്സിലായില്ലേ? ആർക്കും, എത്ര വലിയോനും ഞാൻ വെല്ലുവിളിക്കുന്നു, ആർക്കും പറ്റൂല. ഇനി അതിന് നിങ്ങൾ ആരെങ്കിലും മുമ്പിൽ ഇനി തലകുനിക്കുകയാണെങ്കിൽ എനിക്ക് ശേഷം, അത് അല്ലെങ്കിൽ എനിക്ക് മുമ്പും ശേഷവും നിങ്ങൾ ഈശ്വരന്റെ മുമ്പിലാണ്. ഞാനൊരു വഴി മാത്രമാണ്. ഇതിനു ശേഷം നിങ്ങൾ ആരെങ്കിലും മുമ്പിൽ തലകുനിക്കുകയാണെങ്കിൽ അതിനി വരാൻ പോകുന്ന, വന്നു പോയിട്ട് വീണ്ടും വരാൻ പോകുന്ന ഒരു അവതാരത്തിന് മുന്നിൽ മാത്രമായിരിക്കും. അത് ചുമ്മാ വന്നിട്ട് ഞാൻ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. അവൻ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തും, അവൻ അന്ധന് കാഴ്ച നൽകും, അവൻ പാണ്ഡുരോഗികളെ, അവൻ മരിച്ചവനെ ഉണർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ ഒരാൾ നിങ്ങളുടെ മുന്നിൽ വന്നാൽ അയാൾക്ക് മാത്രം നിങ്ങൾ വിധേയം. അവിടെ നിങ്ങൾ അയാൾ പറയൂല എന്നെ ആരാധിക്കാൻ, അയാൾ പറയും നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ പറയും. അവിടെ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി, വേറൊരു സ്ഥലത്ത് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളാണ് എല്ലാം, നിങ്ങളാണ് സൂപ്പർ പവർ, നിങ്ങളാണ് സുപ്രീം പവർ. മനസ്സിലായിക്കോ? അപ്പൊ എല്ലാം വിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്ന് എല്ലാം കളയുക കേട്ടോ. നമ്മൾ ആ പ്രോസസ്സിലേക്ക് പോവാണ്. ആർക്കെങ്കിലും ഇറങ്ങിപ്പോണെങ്കിൽ ഇപ്പൊ ഇറങ്ങിപ്പോ. ഇതിനകത്ത് ഇഷ്ടമുണ്ടെങ്കിൽ ഇരുന്നാൽ മതി. പൂർണ്ണമായിട്ടും സമർപ്പിച്ച് സറണ്ടർ ചെയ്തിരുന്നാൽ നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കും. നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും. കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുക. എൻ്റെ മുമ്പിലല്ല, ഈശ്വരന്റെ മുമ്പിൽ. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ഈശ്വരൻ, സൃഷ്ടാവ്, അള്ളാഹു, യഹോവ, കർത്താവ് ആരാണോ ആ സുപ്രീം പവറിന് മുന്നിൽ കംപ്ലീറ്റ് സമർപ്പിക്കുക. എല്ലാം സറണ്ടർ ചെയ്യുക. ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മതി. ഒരു മുദ്രയും പിടിക്കണ്ട, ഒന്നും പിടിക്കണ്ട. കൈ ഇങ്ങനെ മലർത്തി വയ്ക്കുക, ഇങ്ങനെ മലർത്തി മടിയിൽ വയ്ക്കുക. മടിയിൽ, മുട്ടയിലല്ല, നമ്മുടെ ശരീരത്തിനോട് ചേർന്നതാ. ഇങ്ങനെ വളരെ കൂളായിട്ട്, ഓക്കെ, വളരെ കൂളായിട്ട് നട്ടെല്ല് നിവർത്തി പിടിക്കുക.